നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം വിവാദമായി നിൽക്കുന്ന ഇപ്പോൾ റീസെൻ്റായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ദേശസാൽകൃത ബാങ്കുകൾ വഴി ഇപ്പോൾ ഇനി നൽകുക എന്ന് പറയുന്ന ഒരു തീരുമാനം. അപ്പം ഇതിന് LDF ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, ഇത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്ന ഒരു പെൻഷൻ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് തന്നെയാണ്. അതായത് പുതിയ സർക്കാരിന് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന പെൻഷൻ ക്രമേണ അവസാനിപ്പിക്കും. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇടതുപക്ഷത്തിൻ്റെ, അതായത് പ്രതിപക്ഷ നിരയിലുള്ള പല നേതാക്കന്മാരും ഇത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി മുതൽ വീടുകളിലേക്കോ ഈ പെൻഷൻ തുക എത്തില്ല, പകരം ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിലേക്കായിരിക്കും ഈ പെൻഷൻ എത്തുക. സ്വാഭാവികമായി നമ്മളെല്ലാവരും ഈ പറയുന്ന പെൻഷനേഴ്സ് എല്ലാവർക്കും ട്രഷറിയിൽ നിന്ന് നേരിട്ടല്ല, പലപ്പോഴും SBI പോലെയുള്ള വലിയ ബാങ്കുകളിലൂടെയാണ് പലപ്പോഴും ഇവരുടെ ട്രാൻസാക്ഷൻസ്, പെൻഷൻ വരുന്നതും പോകുന്നതും എടുക്കുന്നതും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പക്ഷേ എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ 62 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് പെൻഷൻ വാങ്ങുന്നത്, അതായത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഇത് സഹകരണ സ്ഥാപനങ്ങളിലേക്ക്, സഹകരണ സംഘങ്ങളിലേക്ക് എത്തുന്നു. നമുക്കറിയാം കേരളത്തിലെ 90% വരുന്ന സഹകരണ സംഘങ്ങളും ഇടതുപക്ഷത്തിൻ്റെ കീഴിൽ വരുന്നത് തന്നെയാണ്. അപ്പം ഈ സഹകരണ സംഘങ്ങളിലേക്ക് എത്തുന്ന ഈ പെൻഷൻ തുക എല്ലാവരുടെ വീട്ടിലേക്കും കൊണ്ട് വിതരണം ചെയ്യുന്നതിനായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരോ അതല്ലെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽപ്പെട്ടവരോ ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ഈ പണം കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരു 30 രൂപ വെച്ച് ഒരു ഇൻസെൻറ്റീവ് എന്നുള്ള നിലയിൽ അവർക്ക് നൽകുന്ന ഒരു രീതി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം മുതൽ അവലംബിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻസെൻറ്റീവ് പ്രോഗ്രാം ഈ ദേശസാൽകൃത ബാങ്കുകളിലേക്ക് പെൻഷൻ വരുമ്പോൾ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സർക്കാരിനുണ്ടാകുന്ന ഒരു അധിക ചെലവ് അതോടുകൂടി ഇല്ലാതാകും എന്നുള്ളതാണ്. അപ്പോൾ പ്രതിവർഷം ഏറെക്കുറെ ഇങ്ങനെ ഈ ഇൻസെൻറ്റീവ് നൽകുന്നതിലൂടെ മാത്രമായി സംസ്ഥാന സർക്കാരിന് ആവറേജ് ഒരു 30 കോടി രൂപ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ നമുക്കറിയാം 62 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് 2000 രൂപ വെച്ച് പെൻഷൻ നൽകുമ്പോൾ എത്ര കോടി രൂപ വേണ്ടി വരുമെന്നും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 30 കോടി രൂപ അധികമായി നൽകുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിനുണ്ടാകുന്ന ഒരു രീതി എങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കും. ബാങ്ക് ജീവനക്കാർ നേരത്തെ ഇത് കൊണ്ടു കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിന് ഏകദേശം ഡോർ സ്റ്റെപ്പ് ഡെലിവറി എന്നൊക്കെയാണ് പറഞ്ഞിരുന്ന ഒരു കാര്യം. അപ്പം ഇനിയിപ്പോൾ അത് അവസാനിപ്പിക്കുമ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സഹകരണ ബാങ്ക് ജീവനക്കാർ തന്നെ ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ ഈ പറയുന്ന 30% എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇനി ഇതിനകത്ത് ചില ക്രൈറ്റീരിയകൾ വെക്കും. അതായത് 1 ലക്ഷം രൂപ എന്ന് പറയുന്നതാണ് ഒരു വാർഷിക വരുമാനം. ഈ 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ, അതിൻ്റെ ഒരു പരിധിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ 1 ലക്ഷം രൂപയിൽ അവരുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഇവരുടെ പേരിൽ സ്വന്തമായൊരു അല്ലെങ്കിൽ ഇവരുടെ ഉടമസ്ഥാവകാശത്തിൽ സ്വന്തമായി ഒരു 4 വീലറൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന നിബന്ധനയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിബന്ധന ഉള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അനർഹരായിട്ടുള്ള പലരും ഈ പറയുന്ന സംവിധാനത്തിൽ വന്ന് കയറിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം നമുക്ക് സംശയത്തോടു കൂടി ഈ 62 ലക്ഷം പേരിൽ സത്യം പറഞ്ഞ് ഈ 62 ലക്ഷം പേരും ഈ പെൻഷൻ വാങ്ങാൻ അർഹരാണോ എന്നുള്ള കാര്യവും ഈ സംസ്ഥാന സർക്കാർ പരിശോധിക്കുന്നു. കാരണം ഇതുമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർ, അതോടൊപ്പം ഈ നമുക്കറിയാവുന്ന പോലെ തന്നെ സ്വന്തമായി 4 ചക്ര വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ പറയുന്ന ക്രൈറ്റീരിയകൾ മറികടന്നുകൊണ്ട് ആരുടെയെങ്കിലും സ്വന്തം താല്പര്യപ്രകാരമൊക്കെ കടന്നുകൂടിയിട്ടുണ്ടോ, പിന്നെ മറ്റ് ഏതെങ്കിലും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് അത് വീണ്ടും ഫിൽട്ടർ ചെയ്ത് അത് കറക്റ്റ് യഥാർത്ഥത്തിൽ അർഹരായ ആളുകളിലേക്ക് പെൻഷൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് UDF സർക്കാർ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിലേറെ രസകരമായ ഒരു കാര്യം. അപ്പോൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഏകദേശം ഒരു 30 കോടി രൂപയോളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമായി നമ്മൾ പരിശോധിച്ചാൽ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2024-25 കാലഘട്ടം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 34.11 കോടി രൂപയാണ് കഴിഞ്ഞ വർഷവും അതിന് തൊട്ട് മുമ്പുള്ള വർഷവും, അതായത് 2023-24ലും 24-25ലും ഏകദേശം 34.11 കോടി രൂപയാണ് അധികമായി സംസ്ഥാന സർക്കാരിന് ഇൻസെൻറ്റീവ് എന്നുള്ള നിലയിൽ ചിലവായിട്ടുള്ളത്.
അതിനു മുമ്പ് 22-23 കാലഘട്ടത്തിൽ അത് കുറവായിരുന്നു, 11.76 കോടി ആയിരുന്നു എന്ന് നമുക്ക് കാണാം. പിന്നീട് 20-21 അത് വർദ്ധിച്ചു, ഭയങ്കര വർധനമാണ് 20-21 കാണിക്കുന്നത്, ഏകദേശം 50.61 കോടിയായിരുന്നു. പിന്നീട് 19-20 കാലഘട്ടത്തിൽ അത് 29.88 കോടിയായിരുന്നു. 18-19 കാലഘട്ടത്തിൽ അത് 28.42 കോടിയായിരുന്നു. പിന്നെ 17-18 കാലഘട്ടത്തിൽ അത് 44.19 കോടി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന 1082, അതായത് 1082 ആളുകൾക്കാണ്, വിതരണക്കാരാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തർക്കും 30 രൂപ എന്നുള്ള നിലയ്ക്കായിരുന്നു ഇൻസെൻറ്റീവ് എന്നുള്ള നിലയിൽ നൽകിയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഈ 23 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക്, അതായത് ഈ പറയുന്ന 62 ലക്ഷം ക്ഷേമ പെൻഷൻ മേടിക്കുന്നതിൽ 23 ലക്ഷത്തോളം പേർക്ക് ഈ പറയുന്ന സഹകരണ ബാങ്കുകൾ വഴിയാണ് എത്തിക്കൊണ്ട്, എല്ലാവർക്കുമല്ല, ഏകദേശം 23 ലക്ഷത്തോളം ആൾക്കാർക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇത് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഇത്രയും പേരിലേക്ക് ഈ തുക 10,082 ആൾക്കാർ, വിതരണക്കാർ തുക കൊണ്ട് കൊടുക്കും, 30 രൂപ വെച്ച് കൊണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതൊരു സാമ്പത്തിക ക്രമക്കേടായി മാറുന്നു. സാമ്പത്തികമായൊരു എന്താ പറയുക, ഈ പറയുന്ന നഷ്ടം സർക്കാരിന് സഹിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ CNDG അടക്കം പറഞ്ഞത് ശരിയായ നടപടിയല്ല എന്നുള്ള കാര്യം CNDG അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പിൻപറ്റിക്കൊണ്ടാണ്, ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഇനി പെൻഷനെല്ലാം ദേശസാൽകൃത ബാങ്കുകൾ വഴി ആയിരിക്കും വിതരണം ചെയ്യുക എന്നുള്ളത്. എന്തായാലും അതൊരു മികച്ച തീരുമാനമായി തന്നെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അത്തരത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായും വരും.